കൊടകരയിലെ സാമൂഹിക സാംസ്കാരിക രംഗത്തെ നിറസാന്നിധ്യമായ MLV നായർ എന്ന മിച്ചാട്ട് വേലായുധൻ നായരുടെ ശതാഭിഷേകം ഈ മാസം 18-ന് വേലായുധീയം എന്ന പേരിൽ വിവിധ പരിപാടികളോടെ ആഘോഷിക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ കൊടകരയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഇതിന്റെ ഭാഗമായി അഷ്ടപതി, ഇടയ്ക്ക പഞ്ചാരി, സ്വീകരണ ഘോഷയാത്ര, സമാദരണ സദസ്, പുസ്തക പ്രകാശനം, പിറന്നാൾ സദ്യ, ചാക്യാർകൂത്ത്, പഞ്ചാരി മേളം എന്നിവയുണ്ടാകും. രാവിലെ 10:30-ന് കൊടകര പൂനിലാർക്കാവ് കാർത്തിക ഭജന മണ്ഡപത്തിൽ നടക്കുന്ന ചടങ്ങിൽ മേജർ രവി, പെരുവനം കുട്ടന്മാരാർ, സംഗീത സംവിധായകൻ വിദ്യാധരൻ മാസ്റ്റർ, മുതിർന്ന മാധ്യമ പ്രവർത്തകൻ R ബാലകൃഷ്ണൻ, എഴുത്തുകാരൻ അഞ്ചത്ത് ബാലകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുക്കും. വാർത്താ സമ്മേളനത്തിൽ സംഘാടക സമിതി ചെയർമാൻ വിനയൻ തോട്ടാപ്പിള്ളി, ജനറൽ കൺവീനർ ഉണ്ണി പോറോത്ത്, കോഓർഡിനേറ്റർ കൊടകര ഉണ്ണി, KS സുനിൽകുമാർ എന്നിവർ പങ്കെടുത്തു. സാമുദായിക സാംസ്കാരിക രംഗങ്ങളിൽ നിറസാന്നിധ്യമായ മിച്ചാട്ട് വേലായുധൻ നായർ എന്ന MLV നായർ ശതാഭിഷിക്തനാവുകയാണ്. ഈ വരുന്ന ഏപ്രിൽ മാസം 18-ാം തീയതി മേടമാസത്തിലെ അശ്വതി നാളിൽ അദ്ദേഹം സഹസ്ര പൗർണമി ദർശന സായുജ്യം നേടുകയാണ്. അദ്ദേഹത്തിൻ്റെ 84-ാം പിറന്നാൾ കൊടകരയിലെ നാട്ടുകാരും അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളും വിവിധ ക്ഷേത്രക്ഷേമ സമിതികളും എല്ലാവരും ചേർന്ന് വേലായുധീയം എന്ന പേരിൽ വിപുലമായി ആഘോഷിക്കുകയാണ്. കൊടകര പൂനിലാർക്കാവ് കാർത്തിക ഭജന മണ്ഡപത്തിലാണ് ശതാഭിഷേക ചടങ്ങുകളും അതുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങളും പിറന്നാൾ സദ്യയും എല്ലാം ഒരുക്കിയിരിക്കുന്നത്. രാവിലെ 9-ന് ശ്രീകാന്ത് S മാരാരുടെ അഷ്ടപതിയോടെയാണ് ശതാഭിഷേക ചടങ്ങുകൾ ആരംഭിക്കുന്നത്. തുടർന്ന് വാദ്യകലയിലെ പുതുപരീക്ഷണമായ ഇടയ്ക്ക പഞ്ചാരി അരങ്ങേറും. കാവിൽ ഉണ്ണികൃഷ്ണ വാര്യരുടെ നേതൃത്വത്തിലാണ് ഈ പുതുമ നിറഞ്ഞ, അല്ലെങ്കിൽ കേരളത്തിൽ തന്നെ ആദ്യമായി അവതരിപ്പിക്കപ്പെടുന്ന ഇടയ്ക്കയിൽ പഞ്ചാരിയുടെ അവതരണം ഉണ്ടാകുക. ഇടയ്ക്ക പഞ്ചാരിക്ക് ശേഷം ശതാഭിഷിക്തനാകുന്ന ശ്രീ MLV നായരെ പൂനിലാർക്കാവ് ക്ഷേത്ര മൈതാനിയുടെ കിഴക്ക് ഭാഗത്തു നിന്ന് പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടെ ശതാഭിഷേക വേദിയായ പൂനിലാർക്കാവ് ദേവീക്ഷേത്രത്തിന്റെ ഭജനമണ്ഡപത്തിലേക്ക് അദ്ദേഹത്തിനെ സ്വീകരിക്കും. തുടർന്ന് നടക്കുന്ന സമാദരണ സദസ്സ്, സാംസ്കാരിക സദസ്സ് പ്രശസ്ത സിനിമാ താരം മേജർ രവി ഉദ്ഘാടനം ചെയ്യും. കൊടകര ഗ്രാമപഞ്ചായത്തിന്റെ അധ്യക്ഷൻ ജോയ് നെല്ലിശ്ശേരി യോഗത്തിന് അധ്യക്ഷത വഹിക്കും. മേളകലയുടെ ആചാര്യൻ പത്മശ്രീ പെരുവനം കുട്ടന്മാരാർ അന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന വേലായുധൻ നായർക്ക് സുവർണമുദ്ര സമർപ്പണം നടത്തും. ചടങ്ങിൽ കൊടകര ഗ്രാമപഞ്ചായത്തിന്റെ സ്ഥിരം സമിതി അധ്യക്ഷനും ഈ സ്വാഗത സംഘം ചെയർമാനുമായ വിനയൻ തോട്ടാപ്പിള്ളി ആമുഖ പ്രഭാഷണം നടത്തും. വേലായുധീയം സംഘാടക സമിതിയുടെ ജനറൽ കൺവീനറായ ഉണ്ണി പോറാത്ത് അദ്ദേഹത്തിനെ വേദിക്കും സദസ്സിനും പരിചയപ്പെടുത്തും. പ്രശസ്ത സംഗീത സംവിധായകൻ വിദ്യാധരൻ മാസ്റ്റർ വേലായുധൻ നായർക്ക് കാവ്യോപഹാര സമർപ്പണം നടത്തും. MLV നായരെ കുറിച്ച് പുറത്തിറക്കുന്ന കർമ്മകാണ്ഡം എന്ന ജീവചരിത്ര ഗ്രന്ഥത്തിന്റെ പ്രകാശനം മുതിർന്ന മാധ്യമ പ്രവർത്തകനും ദൂരദർശന്റെ മുൻ വാർത്താവതാരകനുമായ R ബാലകൃഷ്ണൻ നിർവഹിക്കും. കവിയായ ബാലകൃഷ്ണൻ അഞ്ചത്ത് MLV നായർക്ക് മംഗള പത്ര സമർപ്പണം നിർവഹിക്കും. ക്ഷേത്രം തന്ത്രിമാരായ പുത്തുകാവ് ദേവസ്വത്തിന്റെ തന്ത്രിമാരായ പുത്തുകാവ് ക്ഷേത്രത്തിന്റെ തന്ത്രി അഴകത്തുമനക്കൽ ബ്രഹ്മശ്രീ ത്രിവിക്രമൻ നമ്പൂതിരി, അഴകത്തുമനക്കൽ ബ്രഹ്മശ്രീ ഹരീഷ് നമ്പൂതിരി, പൂനിലാർക്കാവ് ക്ഷേത്രത്തിന്റെ തന്ത്രി തെക്കേടത്ത് പെരുമ്പടപ്പ് ദാമോദരൻ നമ്പൂതിരി എന്നിവർ അനുഗ്രഹ പ്രഭാഷണം നടത്തും. സ്വാമി ദേവചൈതന്യാനന്ദ സരസ്വതി അന്താരാഷ്ട്ര ശ്രീകൃഷ്ണ കേന്ദ്രത്തിന്റെ മഠാധിപതി ആയിട്ടുള്ള
സ്വാമി ദേവചൈതന്യാനന്ദ സരസ്വതി പിറന്നാൾ സന്ദേശം നൽകും. കൂടാതെ കേരളത്തിലെ കൊടകരയിലെയും സമീപ പ്രദേശങ്ങളിലെയും വിപുല സഹകരണ NSS, വിവിധ ക്ഷേത്ര സമിതികൾ, സംഘടനകൾ എന്നിവയുടെ ഭാരവാഹികളായിട്ടുള്ള പുത്തുകാവ് ദേവസ്വത്തിന്റെ പ്രസിഡന്റ് KS സുനിൽകുമാർ, ഊന്നിലാർക്കാവ് ദേവസ്വത്തിന്റെ പ്രസിഡന്റ് D നിർമ്മൽ, ടൗൺ NSS കരയോഗത്തിന്റെ സെക്രട്ടറി T ശശികുമാർ, കാവിൽ NSS കരയോഗത്തിന്റെ സെക്രട്ടറി രാമേന്ദ്രൻ പയ്യാക്കൽ എന്നിവർ ആശംസകൾ അർപ്പിക്കും. പഞ്ചായത്ത് അംഗങ്ങളായ അഭിലാഷ്, മിനിദാസൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിക്കും. അതിനുശേഷം ഈ സമ്മേളനത്തിന് ശേഷം അമ്മന്നൂർ മാധവ് ചാക്യാർ അവതരിപ്പിക്കുന്ന ചാക്യാർ കൂത്തും ശ്രേയ എംബ്രാന്തിരിയുടെ നേതൃത്വത്തിൽ പഞ്ചാരി മേളവും അരങ്ങേറും. സാംസ്കാരിക സമ്മേളനത്തിന് ഇതിന്റെ സ്വാഗത സംഘത്തിന്റെ ട്രഷറർ കൂടിയായ രഘു പാട്ടത്തിൽ കൃതജ്ഞത രേഖപ്പെടുത്തും. MLV നായരുടെ ശതാഭിഷേക ചടങ്ങുകളിലേക്ക്, വേലായുധീയത്തിലേക്ക് മുഴുവൻ സഹൃദയരെയും കലാസ്നേഹികളെയും സ്നേഹപൂർവം ക്ഷണിക്കുന്നു. നമസ്കാരം. ഏപ്രിൽ 18-ാം തീയതി കൊടകര ഊന്നിലാക്കാവ് ക്ഷേത്ര മൈതാനിയിൽ നിന്ന് കൊടകരയുടെ എല്ലാം ആദരിക്കപ്പെടുന്ന ഒരു വ്യക്തിയാണ് മിച്ചാട്ട് വേലായുധൻ നായരെ ആദരിച്ച് അദ്ദേഹത്തിന്റെ 84-ാം പിറന്നാളാണ് അന്ന് ആഘോഷിക്കുന്നത്. വളരെ വിപുലമായി സംഘാടക സമിതി വിളിച്ചുകൂട്ടുകയും ആ സംഘാടക സമിതിയുടെ തീരുമാനപ്രകാരമാണ് ഇങ്ങനെ ആദരിക്കുന്ന ഒരു ചടങ്ങ് ഭംഗിയായിട്ട് നടത്താൻ നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്. ഇതിന്റെ ഭാഗമായിട്ടാണ് ഈ പ്രസ് കോൺഫറൻസും അതുപോലെയുള്ള എല്ലാ പരിപാടികളും വളരെ ചിട്ടയായി നടന്നുകൊണ്ടിരിക്കുന്നത്.